എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 4-ാമത്തെ സർഗത്തിലെ 20 ഒരു ഭാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണെങ്കിലും 20-ാമത്തെ ശ്ലോകം മുതൽ 25-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സർഗങ്ങൾ 4 ആയാലും ഇനി വരാൻ പോണ 5, 6, 7 ഒക്കെ ചെറിയ ചെറിയ സർഗങ്ങളാണ്. ഈ 4-ാമത്തെ സർഗത്തിൽ 36 ശ്ലോകം, പിന്നെയുള്ളതിലൊക്കെ 20 ശ്ലോകങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോ പ്രത്യേകം കോണ്ടെക്സ്റ്റുകൾ, ഓരോരോ സന്ദർഭങ്ങളെ മുൻനിർത്തിക്കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സർഗങ്ങളാണ്. അപ്പോൾ ഇവിടെ 20-ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞ് 20ൻ്റെ ഒരു വരിയുടെ അർത്ഥം കൂടി ചേർത്ത് പറയുമ്പോഴേ കഴിഞ്ഞ ദിവസത്തെ ശ്ലോകം അങ്ങോട്ട് പൂർത്തിയായുള്ളൂ. അവരുടെ രസകരമായിട്ടുള്ള ശബ്ദം, ആ ശബ്ദത്തോട് കൂടിയിട്ട് അവർ രാമായണ ഗീതം പാടി മുനിമാരുടെ ഇടയിൽ വെച്ചൊക്കെ പാടി അവർക്കൊക്കെ സന്തോഷമായി എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതിനുശേഷം മുനിമാർ കുറേ പേര് ഇവരോടുള്ള സ്നേഹം, സന്തോഷമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. അവർക്ക് പലതും കൊടുത്തു എന്നാണ് പറയണത്. അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ ആ വിഷയം മാത്രമേ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നുള്ളൂ. 20-ാമത്തെ ശ്ലോകം ഒന്നും കൂടിയും പറയാം. സംരക്തതരമത്യർത്ഥം മധുരം താവഗായതാം പ്രീതഃ കശ്ചിന്മുനിസ്താഭ്യാം സംസ്ഥിതഃ കലശം ദദൗ പ്രസന്നോ വൽക്കലം കശ്ചിദ് ദദൗ താഭ്യാം മഹായശാഃ അന്യഃ കൃഷ്ണാജിനമദാത് യജ്ഞസൂത്രം തഥാപര. അങ്ങനെ നന്നായി പാട്ട് പാടിയപ്പോൾ, രാമായണം ചൊല്ലിത്തീർന്നപ്പോൾ അവിടെ കൂടിയിരുന്ന മുനിമാരിൽ ഒരാൾ എണീറ്റിട്ട്, പ്രീത കശ്ചിൻ മുനി, വളരെ സന്തോഷവാനായിട്ടുള്ള ഒരു മുനി, സംസ്ഥിത, അവിടേക്ക് ഈ കുട്ടികളുടെ അടുത്തേക്ക് എണീറ്റ് വന്നിട്ട് താഭ്യാം, അവർക്ക് രണ്ടുപേർക്കുമായിട്ട് കലശം ദദൗ, കലശം എന്ന് പറഞ്ഞാൽ ഒരു കുടം, ഒരു മൺപാത്രം കൊടുത്തു. ഇവർ മുനികുമാരന്മാരാണല്ലോ, അപ്പോൾ അവർക്ക് എന്താണോ ആവശ്യം വെച്ചാൽ അത് തന്നെയാണ് കൊടുക്കുക. അവർക്കൊരു സ്വർണ്ണപാത്രമോ സ്വർണ്ണവളയോ സ്വർണ്ണമാലയൊന്നും കൊടുത്തിട്ടൊരു കാര്യമില്ല. മുനികുമാരന്മാർക്ക് അവർക്ക് ഉചിതമായിട്ടുള്ള സാധനങ്ങളാണ് ദാനമായിട്ട് കൊടുക്കണത്. പ്രത്യേകിച്ച് കേൾക്കാനിരുന്നവരും അതുപോലെ തന്നെയാണല്ലോ, മുനിമാരാണല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണുള്ളത് അത് അവരുടെ സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കൊടുക്കുക ചെയ്യണത്. അതാണ് അവിടെ കൂടിയിരുന്ന മുനിമാരിൽ ഒരാൾ എണീറ്റ് ചെന്നിട്ട് താഭ്യാം, അവർക്ക് രണ്ടുപേർക്കുമായിട്ട് കലശം ദദൗ, നല്ല ഭംഗിയുള്ള ഒരു മൺപാത്രം, ഒരു കുടം കൊടുത്തു. ഇനി 21-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് പ്രസന്നോ വൽക്കലം കശ്ചിദ് ദദൗ താഭ്യാം മഹായശാഃ, മഹായശസ്വിയായിട്ടുള്ള മറ്റൊരു ഋഷി, അവിടെ കൂടിയിരുന്ന, ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് കൂടിയിരുന്നവരിൽ ഒരാൾ, അദ്ദേഹം എന്തു ചെയ്തു, അദ്ദേഹത്തിന് അങ്ങോട്ട് സന്തോഷം വന്നിട്ട്, പ്രസന്നനായിട്ട് ഇത് കേട്ട സന്തോഷത്തോട് കൂടിയിട്ട് അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട്, താഭ്യാം, അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് എന്താണ് കൊടുത്തത്, വൽക്കലം ദദൗ, അവർക്ക് ഉടുക്കാനുള്ള മരവുരിയാണ് കൊടുത്തത്. അതൊക്കെ ഒരു വനത്തിൽ, തപോവനത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ സാധനങ്ങളിൽ ഒന്ന് തന്നെയാണ് വൽക്കലവും. അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് കശ്ചിത് മഹായശാഃ ഋഷി, വളരെ സന്തോഷവാനായിട്ടുള്ള പ്രസന്നവദനായിട്ടുള്ള ഒരു ഋഷി, അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് മരവുരി കൊടുത്തു. ഇനി മറ്റൊരാൾ എന്താണ് കൊടുത്തത്, അന്യ കൃഷ്ണാജിനം അദാത്, മറ്റൊരു മുനി അവർക്ക് കൃഷ്ണാജിനമാണ് കൊടുത്തത്. കൃഷ്ണാജിനം എന്ന് പറഞ്ഞാൽ കൃഷ്ണമാനിൻ്റെ തോലാണ് കൊടുത്തത്. അത് ബ്രഹ്മചര്യത്തിൽ അത് ശരീരത്തിൽ അണിയണം, കെട്ടിക്കൊണ്ട് നടക്കണം, ഉടുക്കണം എന്നൊക്കെയാണ് പറയുക. കൃഷ്ണാജിനം മാൻതോലാണത്. അതാണ് ഒരു മുനി ഈ ബാലകന്മാർക്കായിട്ട് കൊടുത്തത്. അതൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത്. ഇനി മറ്റൊരാൾ എന്തു കൊടുത്തു, യജ്ഞസൂത്രം തഥാ അപര, അപ്രകാരം തന്നെ അപര ഋഷി, മറ്റൊരു മുനി എന്താണ് കൊടുത്തത്, യജ്ഞസൂത്രം. യജ്ഞസൂത്രം എന്നുള്ളതിന് പൂണൂല് എന്നാണ് അർത്ഥം. പൂണൂല് കൊടുത്തു. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളതായിട്ടുള്ള വളരെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണം. വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് കിട്ടാനില്ലേ, വേറെ അവിടെ എവിടെയൊക്കെ കിട്ടാനുള്ളതല്ലേ, വാൽമീകി ആശ്രമത്തിലുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ തന്നെയാവും. പക്ഷേ കൊടുക്കണ സാധനത്തിൻ്റെ അല്ല, അത് കൊടുക്കണതിൻ്റെ മാഹാത്മ്യമാണ്. ഈ ഋഷിമാർക്ക് അതൊക്കെ കൊടുക്കാൻ തോന്നിയില്ലോ, ഈ ബാലകന്മാർക്ക് ദാനം കൊടുക്കാൻ തോന്നിയില്ലോ എന്നുള്ളതിൻ്റെ സന്തോഷമാണ് അവിടെ വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് വാൽമീകി പറയണത്. ഇനി മറ്റൊരു മുനി എന്താ ചെയ്തത്, കശ്ചിത് കമണ്ഡലും പ്രാതാൻ മൗഞ്ജീമന്യോ മഹാമുനി ഭൃസീമന്യസ്തദാ പ്രാതാത് കൗപീനമപരോ മുനി.
കശ്ചിത്, കശ്ചിത് എന്ന് പറയുമ്പോൾ ഒരു മുനി എന്നർത്ഥം. അദ്ദേഹം കമണ്ഡലും പ്രാതാത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കമണ്ഡലു എന്ന് പറഞ്ഞാലൊരു പാത്രമാണ്, വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുപോകാനുള്ളൊരു പാത്രമാണ്. ഋഷിമാരുടെ കയ്യിൽ എപ്പോഴും കാണുന്നതായിട്ടുള്ളൊരു പാത്രമാണ് കമണ്ഡലു. ഒരു ചെറിയ പിടുത്തമൊക്കെ ഉള്ളതായ ഒരു കിണ്ടിയുടെയൊക്കെ രൂപത്തിലുള്ളതായ ഒരു പാത്രം, അതാണ് കമണ്ഡലു. ആ കമണ്ഡലുവും ദാനം ചെയ്തു. ഇനി മറ്റൊരാൾ എന്താണ് കൊടുത്തത്? അന്യോ മഹാമുനി, മറ്റൊരു മഹാമുനിയാകട്ടെ മൗഞ്ചിയും പ്രാതാത്. മൗഞ്ചി എന്ന് പറഞ്ഞാൽ മുഞ്ചപ്പുല്ലുകൊണ്ട് നല്ല എന്താ പറയുക, ഒരയുള്ള നല്ല മൂർച്ചയുള്ളതായ പുല്ലാണ് മുഞ്ചപ്പുല്ല്. ആ പുല്ല് പറിച്ചെടുത്ത് ഉണക്കി അത് പിരിച്ചിട്ടാണ് ഇവർ ഈ വൽക്കലത്തിൻ്റെയൊക്കെ മീതെ അരഞ്ഞാണം പോലെ കെട്ടുക. അത് ശരീരത്തിൽ തൊടുമ്പോൾ തന്നെ നല്ല അസ്വസ്ഥത ഉണ്ടാവണ അങ്ങനത്തെ ഒരു തരം അരഞ്ഞാണമാണ്. അല്ലെങ്കിൽ അത് അരഞ്ഞാണം എന്ന് പറഞ്ഞാൽ മുത്തോണ്ടും ഇതുകൊണ്ടൊന്നും അല്ല, പുല്ലുകൊണ്ട് ഉണ്ടാക്കണതായിട്ടുള്ള ഒരു അരഞ്ഞാണം, അതിനെയാണ് മൗഞ്ചി എന്ന് പറയണത്. അങ്ങനെ ഒരു മുനി തൻ്റെ കയ്യിൽ പിരിച്ചു വച്ചിരുന്നതായ ഒരു അരഞ്ഞാണം ഉണ്ടായിരുന്നു, അതെടുത്ത് ഈ കുട്ടികൾക്ക് കൊടുത്തു. ഇനി വേറൊരാൾ എന്താ കൊടുത്തത്? ബ്രിസീം അന്യസ്തതാ പ്രാതാത്. ബ്രിസി എന്ന് പറഞ്ഞാൽ പലകയാണ്, ഇരിക്കാനുള്ള പലക. കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നിലത്തിരിക്കാറില്ലല്ലോ, പലകയിട്ടാണ് ഇരിക്കുക. ഇന്നത്തെ പോലെ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. പീഠം എന്നൊക്കെയാണ് അർത്ഥം പറയണത്. പീഠം എന്ന് പറയാൻ വേണമെങ്കിൽ പലക എന്ന് പറഞ്ഞാലും മതി. മരം കൊണ്ടുള്ള പലക, അതാണ് കൊടുത്തത്. വേറൊരു തരം പലകയുടെ കാര്യവും അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഒരു മുനി ഈ ബാലകന്മാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പലക കൊടുത്തു. മറ്റൊരു മുനി എന്താ കൊടുത്തത്? കൗബീനം. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് കോണകമാണ് കൊടുത്തത്. കൗബീനം എത്ര ഭംഗിയായിട്ടുള്ള ദാനമാണ് നോക്കൂ. കുട്ടികൾക്കൊക്കെ കോണകം ദാനം ചെയ്യുക. ഇന്നത്തെ കാലത്തും അതൊക്കെ ഉണ്ട്, ദാനത്തിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ ദാനം ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊന്നും കൊടുക്കാൻ കഴിവില്ല അന്നത്തെ കാലത്ത്. ഋഷിമാർക്ക് അത്രയും ഇല്ല, അവർ കാട്ടിൽ പോയി താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണുള്ളത്? ഈ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായ ഒരു കോണകം, അതാണ് ദാനം ചെയ്തത്. കൗബീനം കൊടുത്തു. ഇനി അടുത്തത് 23-ാമത്തെ ശ്ലോകം നോക്കാം. താഭ്യാം ദദൗ തദാ ഹൃഷ്ട കുഠാരമപരോ മുനി കാഷായമപരോ വസ്ത്രം ചീരമന്യോ ദദൗ മുനി. താഭ്യാം, അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് അപര മുനി, മറ്റൊരു മുനി എന്താണ് കൊടുത്തത്? ഹൃഷ്ടസൻ, വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ കെട്ടിപ്പിടിക്കുകയും പുറത്ത് തട്ടി അഭിനന്ദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഓരോന്ന് ദാനമായിട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഇവർ ചെറിയ കുട്ടികളും കൂടിയാണ്. അപ്പോൾ വാത്സല്യം കൂടും, എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ള തോന്നലും കൂടുതലാണ്. വലിയവർക്ക് കൊടുക്കണ പോലെയല്ലല്ലോ, കുട്ടികൾക്ക് എന്ത് കിട്ടിയാലും സന്തോഷമാണ്. അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ, മുനിമാരുടെ കയ്യിൽ എന്താണ്ടായിരുന്നേ വെച്ചാൽ അത് മുഴുവനും ദാനം ചെയ്തത്. ഇനി വേറൊരാൾ എന്താ കൊടുത്തത്? കുഠാരമാണ് കൊടുത്തത്. കുഠാരം എന്നുള്ളതിന് ഒരു കോടാലി എന്നൊക്കെയാണ് അർത്ഥം. ഒരു ചെറിയ കോടാലി, ഒരു മഴു എന്നൊക്കെ പറയാം. എന്താണ് അതിൻ്റെ ആവശ്യം എന്നാണെങ്കിൽ കത്തിയുടെ ആവശ്യം തന്നെയാണ്. ഈ കാട്ടിലൊക്കെ പോയിട്ട് ചമതയും ഇതൊക്കെ മുറിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് മുറിക്കാൻ പാകത്തിനുള്ള ഒരു ഉപകരണം. അത് അന്നത്തെ കാലത്ത് ധാരാളമായിട്ട് ഈ മഴുവായിരിക്കും ഉപയോഗിച്ചിരുന്നത്. ആ മഴുവാണ് ഒരു കുഠാരം ഒരു മുനി ഈ ബാലകന്മാർക്കായിട്ട് കൊടുത്തു. അതാണ് കുഠാരം അപരോ മുനി. മറ്റൊരാൾ കാഷായം കൊടുത്തു. കാഷായ വസ്ത്രം. കാഷായം എന്ന് പറഞ്ഞാൽ സന്യാസിമാരൊക്കെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങളാണ്. അതാണ് കാഷായം. ചീരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. മരവുരിയൊക്കെ തന്നെയാണ്. ചിലർ പറയുന്നുണ്ട് ചീരവസനം എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേക നിറത്തിലുള്ളതായ കാവ്യ വസ്ത്രങ്ങൾ, അതിനെയൊക്കെ ചീരം എന്ന് പറയാറുണ്ട്. കാഷായം സന്യാസിമാർക്കുള്ളതായ ഒരു തരം ഏകത കാണിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾക്കൊക്കെ പറയും കാഷായം എന്ന്. കാഷായാംബരം എന്നുള്ള ഒരു വസ്ത്രം, അതൊക്കെ സന്യാസിമാരുടെ വേഷങ്ങളാണ്. അതൊക്കെയാണ് അവർ ദാനം ചെയ്തത്. അതാണ് കാഷായം അപരോ വസ്ത്രം ചീരമന്യോ ദദൗ മുനി. മറ്റൊരു മുനിയാകട്ടെ ചീരമാണ് കൊടുത്തത്. ഏതാണ്ട് ഒരേപോലെയുള്ള വസ്ത്രങ്ങളാണ്. അവരുടെ കയ്യിൽ എന്താണ്ടായിരുന്നേ വെച്ചാൽ അതൊക്കെ കൊടുത്തു. ഇനി മറ്റൊരാൾ എന്തൊക്കെ കൊടുത്തു? വേറെ ചില ആൾക്കാർ എന്താണ് കൊടുത്തത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയാണ്. ജഡാബന്ധനമന്യസ്തു കാഷ്ഠരജ്ജും മുദാന്വിത യജ്ഞഭാണ്ഡമൃഷി കശ്ചിത് കാഷ്ഠഭാരം തഥാപര. വേറൊരാൾ കൊടുത്തത് ജഡാബന്ധനാണ്. കുട്ടികൾക്ക് തലമുടി ധാരാളമുണ്ട്. ഈ കുട്ടിക്കാലമല്ലേ, വേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മചര്യ വ്രതം എടുത്തിരിക്കുന്ന കാലമാണ്. അപ്പോൾ തലമുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ടാവും. തലമുടി ക്ഷൗരം ചെയ്യണ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആ തലമുടി നീട്ടി വളർത്തിയിട്ടുള്ളത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചരടാണ്. അതിനെയാണ്
ജഡാബന്ധം എന്ന് പറയണത്. ജടയൊക്കെ കെട്ടിവെക്കാനുള്ള ഒരു ചരട് കൊടുത്തു. വേറൊരാൾ എന്താ കൊടുത്തത്? കാഷ്ഠരജ്ജും മുദാന്വിത, വിറക് കെട്ടാനുള്ള ചരട്, കയറ്. മറ്റതൊരു ചെറിയ ചരടേ വേണ്ടൂ തലമുടി കെട്ടിവെക്കാനെങ്കിൽ. വിറകൊക്കെ പെറുക്കി കെട്ടിവെച്ച് കൊണ്ടുപോകാൻ ഒരു കയറ്, ഇത്തിരി വലിയ ചരട് വേണ്ടി വരും, കയറ് വേണ്ടി വരും. അതുകൊണ്ടാണ് കാഷ്ഠരജ്ജു. കാഷ്ഠരജ്ജു വേറെ, മുദാന്വിതനായിട്ടുള്ള സന്തോഷത്തോടു കൂടിയവനായ ഒരു ഋഷി വിറക് കെട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു കയറ് കൊടുത്തു. ഇനി വേറൊരാൾ എന്താ കൊടുത്തത്? യജ്ഞഭാണ്ഡം. ഭാണ്ഡം എന്നുള്ളതിന് ഈ മൺകലം എന്നൊക്കെ തന്നെയാണ് അർത്ഥം. യജ്ഞത്തിന് ആവശ്യമായിട്ടുള്ള പാത്രമാണ് കൊടുത്തത്. അതാണ് യജ്ഞഭാണ്ഡം ഋഷി കശ്ചിത്. ഒരു ഋഷിയാകട്ടെ തൻ്റെ കയ്യിലുണ്ടായിരുന്നതായ യജ്ഞഭാണ്ഡം, ഒരു യജ്ഞപാത്രം നൽകി അവരെ അനുഗ്രഹിച്ചു. മറ്റൊരാൾ എന്താ കൊടുത്തത്? അവർ കൊടുത്തത് കാഷ്ഠഭാരം. കുറച്ച് വിറക് കയ്യിലുണ്ടായിരുന്നു, വിറക് കെട്ടാനുള്ള കയറ് കൊടുത്തു ഒരു ഋഷി. വേറൊരാൾ കുറച്ച് വിറക് തന്നെ കൊടുത്തു, ചുള്ളിക്കമ്പുകൾ. ഈ പൂജ, ഹോമം, ഹവനമൊക്കെ ചെയ്യുമ്പോൾ അവിടേക്ക് വിറകൊക്കെ ആവശ്യം വരും. അത് അല്ലെങ്കിൽ തപോവനത്തിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലൊക്കെ വിറക് ആവശ്യം വരും, അതൊക്കെ കൊടുത്തു. അതാണ് ഇവിടെ പറയണ കാഷ്ഠഭാരം എന്നുള്ളത് കൊണ്ട് വിറകും കൊടുത്തു എന്നർത്ഥം. എന്നിട്ട് അതിനുശേഷം വേറെ ചില മുനിമാർ കുറച്ച് സാധനങ്ങളും കൂടി കൊടുത്തു എന്ന് പറയുകയാണ് 25ാമത്തെ ശ്ലോകത്തിൽ. ഔദുംബരീം ബൃസീമന്യ സ്വസ്തികേ ചിത്തദാവദൻ ആയുഷ്യമപരേ പ്രാഹുർമുദാ തത്ര മഹർഷയ. വേറെ ചില ആൾക്കാർ കൊടുത്തത് ഔദുംബരീം ബൃസീം എന്നാണ്. ഔദുംബരി ബൃസി എന്ന് പറഞ്ഞാൽ, ഉദുംബരം എന്ന് പറഞ്ഞാൽ അത്തിയാണ്. അത്തിമരത്തിൻ്റെ പലക കൊണ്ടുണ്ടാക്കിയതായ, മരം കൊണ്ടുണ്ടാക്കിയതായ പലക, പീഠം. അത് പ്രത്യേക ഏതെങ്കിലും ചടങ്ങുകൾക്ക്, യാഗാദി കർമ്മങ്ങൾക്കൊക്കെ ഇട്ടിരിക്കാനുള്ളതാവണം. അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഔദുംബരി ബൃസി എന്ന്. മറ്റത് വെറുതെ ഉള്ളൊരു ബൃസിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് അത്തിപ്പലക, അത്തിമരം കൊണ്ടുണ്ടാക്കിയതായ പലക കൊടുത്തു. ഔദുംബരിയും ബൃസിയും അന്യ. ഇനി വേറെ ചില ആൾക്കാരുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെന്താ ചെയ്തത്? കേജിത് തഥാ സ്വസ്തി അവദൻ. വേറെ ചില ആൾക്കാർ അവർക്ക് സ്വസ്തിയാണ് നൽകിയത്. സ്വസ്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ നന്മയുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുക, ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുക. വാക്കുകൾ കൊണ്ടുള്ള അനുഗ്രഹം മാത്രമാണ്, വസ്തുക്കളൊന്നും നൽകിയില്ല എന്നർത്ഥം. ഇനി വേറെ ചില ആൾക്കാരോ ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. ആയുഷ്യം അപരേ പ്രാഹു. അപരേ കേജിത് ഋഷയ. മറ്റു ചില ഋഷിമാർ ആയുഷ്യം പ്രാഹു. ഇവർക്കെല്ലാവർക്കും, ഈ രണ്ട് ബാലകന്മാർക്കും ആയുസ് നല്ലവണ്ണം ഉണ്ടാവട്ടെ, ആരോഗ്യം നല്ലവണ്ണം ഉണ്ടാവട്ടെ എന്ന് മുദാ തത്ര മഹർഷയ. അവിടെ കൂടിയിരുന്ന എല്ലാ മഹർഷിമാരും സന്തോഷത്തോടു കൂടി പറഞ്ഞു. അവിടെ കൂടിയിരുന്ന എല്ലാവരും അവരവർക്ക് പറ്റിയതൊക്കെ ദാനം ചെയ്തു. പോരാത്തതിന് അവരെല്ലാവരും കൂടി ചേർന്ന് ഈ കുട്ടികൾക്ക് ആയുസ്സും ആരോഗ്യവും സ്വസ്തിയുമൊക്കെ അനുഗ്രഹവാക്കുകൾ കൊണ്ട് നൽകി എന്നാണ് പറയണത്. അങ്ങനെ ഋഷിമാരുടെ മുമ്പിൽ വെച്ച് പാടിയ പാട്ടിന് അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടി, വസ്തുക്കൾ കിട്ടി എന്നുള്ളത് മാത്രമല്ല, അവരുടെ കഴിവിനെ എല്ലാവരും പ്രശംസിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പതുക്കെ പതുക്കെ ഇവർ രാജാവിൻ്റെ അടുത്തേക്ക്, രാജാവ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഇവരുടെ അച്ഛൻ തന്നെയാണ്, ശ്രീരാമൻ്റെ അടുത്തേക്ക് എത്തണത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സംരക്തതരമത്യർത്ഥം മധുരം താവഗായതാം പ്രീതഃ കശ്ചിൻ മുനിസ്താഭ്യാം സംസ്ഥിതഃ കലശം ദദൗ പ്രസന്നോ വൽക്കലം കശ്ചിദ് ദദൗ താഭ്യാം മഹായശാഃ അന്യഃ കൃഷ്ണാജിനമദാത് യജ്ഞസൂത്രം തഥാ പര കശ്ചിത് കമണ്ഡലും പ്രാദാൻ മൗഞ്ജീമന്യോ മഹാമുനി ഭൃസീമന്യസ്തദാ പ്രാദാത് കൗബീനമപരോ മുനി താഭ്യാം ദദൗ ദദാഹൃഷ്ട കുഠാരമപരോ മുനി കാഷായമപരോ വസ്ത്രം ചീരമന്യോ ദദൗ മുനി ജടാബന്ധനമന്യസ്തു കാഷ്ഠരജ്ജും മുദാന്വിത യജ്ഞഭാണ്ഡം ഋഷി കശ്ചിത് കാഷ്ഠഭാരം തഥാ പര ഔദുംബരീം ബൃസീമന്യസ്വസ്തികേ ചിത്തദാവദൻ ആയുഷ്യമപരേ പ്രാഹുർമുദാ തത്ര മഹർഷയ. അങ്ങനെ ഋഷിമാരുടെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം കിട്ടി. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എപ്പോഴും ശ്രേഷ്ഠമായിട്ടുള്ളതിനോട് കൂടി തന്നെ ചേരും. അപ്പോൾ ഈ ബാലകന്മാരുടെ കഥാവചനങ്ങൾ ഈ മുനിമാരുടെ ഇടയിലൊന്നും നിന്നാൽ പോരല്ലോ, അത് അറിയേണ്ടടുത്ത് അറിയണം, രാജാവുമായിട്ട് ചേരണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു ഉപാധി കൂടിയായിട്ടാണ് രാമായണ രചന തന്നെ നടക്കണത്. അതിനുള്ള വഴിയാണ് ഒരുങ്ങിയത്. അപ്പോൾ
വാൽമീകിയുടെ കഥ പതുക്കെ പതുക്കെ ലോകം മുഴുവനും വ്യാപിക്കുകയായി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസത്തെ കഥയ്ക്കായിട്ട് കാത്തിരിക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.